ഇന്ന് നോർമലായിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കാനാട്ടോ വന്നത്. മാംഗോ ജ്യൂസാണ്. പിന്നെ ഈ മാങ്ങക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രീസ് ചെയ്തൊന്നും വെച്ചതല്ല. നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടിട്ട് മാങ്ങ എടുത്തതിൻ്റെ ശേഷം തുടച്ച് ഫ്രീസറിലല്ലാത്ത നോർമൽ ഭാഗത്ത് എവിടെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുവരെ കേടായിട്ടില്ല, കുറേ ദിവസങ്ങളായത് വെച്ചിട്ട്. അപ്പോൾ ഇതുകൊണ്ടൊരു ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് കണ്ടില്ലേ, മാങ്ങക്കൊരു കുഴപ്പമില്ല. ഇതെന്താ പറയുക, പുഴു വരും, പെട്ടെന്ന് കേടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് ഒരു സ്നേഹസമ്മാനം കിട്ടിയതാണ്. അപ്പോൾ ഇതിങ്ങനെ പൂണ്ടിട്ട് നമ്മൾക്ക് ജ്യൂസ് അടിക്കാം, വളരെ പെട്ടെന്ന് ജ്യൂസ് അടിക്കാം. അതിനെന്താ പറയുക, പിന്നെ തണുപ്പൊക്കെ കൂടുതൽ നമ്മൾ ഫ്രീസ് ചെയ്തൊക്കെ വെക്കുമ്പോൾ തണുപ്പൊക്കെ കൂടുതലായിട്ടൊക്കെ വരില്ല, അതിൻ്റെ ഒന്നും പ്രശ്നമില്ല കേട്ടോ. പിന്നെ തൊലിക്ക് കുറച്ചൊരു കട്ടി വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജ്യൂസ് പെട്ടെന്ന് തയ്യാറാക്കാം. നല്ല ടേസ്റ്റുള്ള മാങ്ങ കൂടി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നും അതിൽ ഒരു ഇൻഗ്രീഡിയൻസും കൂട്ടുന്നില്ല, പഞ്ചസാരയും വെള്ളവും കൂടാതെ. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് വെണ്ണ പോലെ ആയിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളമൊക്കെ ആവശ്യത്തിന് വെച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് കാലത്തും അല്ലെങ്കിൽ മക്കളൊക്കെ പുറത്തൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് കരുതി വെക്കാനും ഒക്കെ പറ്റൂട്ട മാങ്ങ. അതുപോലെ തന്നെ വെക്കാം, യാതൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ മാങ്ങൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ചെറിയ ഉണ്ണി മാങ്ങകളൊക്കെ എന്ത് ചെയ്യണമെന്ന്. ഒരു വർഷമായാലും നമ്മൾ മക്കൾക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ പുറത്തൊക്കെ പോയ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ മുറ്റത്തെ മാങ്ങയൊക്കെ ഒന്ന് എടുത്ത് വെച്ചൂടെ, നല്ലതല്ലേ? ഇഷ്ടാവില്ല അവർക്കും, നമ്മൾക്കും സന്തോഷമാവില്ലേ? ഇത് പഴുക്കാറായ മാങ്ങ ഇരുന്നിട്ടാ. അപ്പോൾ തന്നെ ഇതുപോലെ തിളച്ച വെള്ളത്തിലിട്ടിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്.